ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ നന്നായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഓഡിയൻസും അതുപോലെ എൻ്റെ നെയ്ബേഴ്സ്, അതുപോലെ തന്നെ ഒത്തിരി വെൽ വിഷേഴ്സിൻ്റെ പ്രാർത്ഥന, എൻ്റെ മലയാളം ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ പ്രാർത്ഥന, അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്താ പറയുക ബ്യൂട്ടിഫുൾ വിഷസും ഒക്കെ എനിക്ക് കിട്ടിയ ദിവസമാണ് ബർത്ത്ഡേ. അതുപോലെ എനിക്ക് ഈ പ്രാവശ്യം അത് സാറ്റർഡേ ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും അവധി ആയതുകൊണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് സാധാരണ ഒരു അരമണിക്കൂറും കൊണ്ട് തീരുന്ന സെലിബ്രേഷനെ ഞാൻ ഒരു ദിവസം മുഴുവനുള്ള സെലിബ്രേഷനാക്കി മാറ്റി. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കി പറയുകയും ചെയ്തു, ലോകത്ത് സ്വന്തം ബർത്ത്ഡേ ഇത്രമാത്രം ആഘോഷിക്കുന്ന വേറൊരു വ്യക്തിയുണ്ടോ എന്ന്. എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാഘോഷിക്കാനല്ലേ? അപ്പം ഞാൻ വിശ്വസിക്കുന്നു, എന്നെ സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്, ഒരത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പം ഞാനതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കുന്നു. നമുക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് ഓരോ ദിവസങ്ങളും നമുക്ക് ബ്യൂട്ടിഫുൾ ഡേയ്സ് തരുമ്പോൾ ആ ദിവസങ്ങളൊക്കെ നമുക്ക് ആഘോഷിച്ചുകൂടെ? നമുക്ക് സങ്കടം നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കില്ല, ചില ദിവസങ്ങളിൽ നമുക്ക് സങ്കടം ഉണ്ടാവും. പക്ഷേ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഞാൻ സന്തോഷിക്കുന്നു. കാരണം എനിക്ക് ഈ ഭൂമുഖത്ത് ജനിക്കാൻ സാധിച്ചു. ഇതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നു. എനിക്കെല്ലാം ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നാറ്. അപ്പം എന്താ പറയുക, എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ ഒരു നിമിഷവും എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഞാൻ ഇപ്പോൾ ഒരു കേരള സാരി കൊടുത്ത് കസേരയിൽ ഇരുന്നിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ചിരിക്കാൻ പറ്റുന്നുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ സ്ലിപ്പ് ഡിസ്കിൻ്റെ പെയിനൊക്കെ എടുത്ത് കഴിഞ്ഞ വർഷം ഞാൻ ഫുൾ കിടപ്പായിരുന്നു കേട്ടോ. എന്നാലും എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണം എന്നുള്ളത് ചെറിയ രീതിയിലൊക്കെ ഞാനത് ആഘോഷിച്ചു. പക്ഷേ ഞാൻ കിടപ്പായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും, ഒന്ന് ഇരിക്കാൻ കഴിയുന്നതും ഒന്ന് നടക്കാൻ കഴിയുന്നതും ഒരു ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ കഴിയുന്നതും പാട്ട് പാടാൻ കഴിയുന്നതും ചിരിക്കാൻ കഴിയുന്നതും ഓടുന്നതും ഇനി എന്തെല്ലാം ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നതൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നത്, ഹസ്ബൻഡിനെ സഹായിക്കാൻ പറ്റുന്നത് എല്ലാം ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചു. ഞാൻ ബർത്ത്ഡേക്ക് ഞാൻ എന്തെല്ലാം പ്രിപ്പയർ ചെയ്തെന്നൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹം.